എല്ലാവർക്കും നമസ്കാരം. സൂര്യാവശ്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാതള നാരങ്ങ വെച്ചിട്ട് നല്ല ഒരു ജാം ഉണ്ടാക്കിയാലോ. മാതള നാരങ്ങ ഞാൻ നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് കഴുകി അതിൻ്റെ അല്ലിയെല്ലാം അടർത്തി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ചാറ് മാത്രമായിട്ട് അരിച്ചെടുക്കണം. ഇഷ്ടംപോലെ കുരു ഉണ്ടല്ലോ, അപ്പോൾ കുരു നമുക്ക് ആവശ്യമില്ല. നന്നായിട്ട് അത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും ചാറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് ഈ ഒരു സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് അതൊന്ന് യോജിപ്പിക്കുക. ഇനി മധുരത്തിനായിട്ട് പനങ്കൽക്കണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പനങ്കൽക്കണ്ട ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മാതള നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വേവിക്കാനായിട്ട് ഒഴിക്കാം. അത് ഒന്ന് കുറുകി വരും, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഒരുപാട് സമയമൊന്നും നമ്മൾ തീയിലിട്ട് വേവിക്കേണ്ട. അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേ നമുക്ക് ഇത്രയും പനങ്കൽക്കണ്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള മാതളമായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് അളവിലേ കൽക്കണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാമിന് നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെ വരും. അത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് കുറുകി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ജെല്ലി പരുവത്തിലാണ് നമ്മുടെ ജാം കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.